ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. സാധാരണ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മുരിങ്ങയില വെച്ച് ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ, ഡയബറ്റീസ് കൺട്രോൾഡ് ആക്കാൻ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സ്മൂത്തി. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട് ഒത്തിരി ഊർജം തരുന്നതുമാണ്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് മാങ്ങ, ഇതുപോലെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയത്, പിന്നെ ഒരു പിടി മുരിങ്ങയുടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ, പിന്നെ ഓർഗാനിക് പീനട്ട് ബട്ടറാണ് 1 ടീസ്പൂൺ ചേർത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ പഞ്ചസാരയോ ഹണിയോ ഒന്നും ചേർക്കുന്നില്ല. 2 കപ്പ് തിളപ്പിച്ചാറിച്ച് തണുത്ത വെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത്രയും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉള്ള ഒരു സ്മൂത്തിയാണിത്. ഇത് ക്യാൻസറിനെ തടുക്കുന്നതിനും ഡയബറ്റിക്സ് പേഷ്യൻസിന് ഡയബറ്റിക് നല്ല കൺട്രോളിൽ വരുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അയണും കാൽസ്യവും മഗ്നീഷ്യവും സിങ്കും ധാരാളമായിട്ട് മുരിങ്ങയിലയിൽ ഉണ്ട്. തൈറോയിഡ് കൂടുതലുള്ളവർക്ക് അത് കൺട്രോൾഡ് ആകുന്നതിനും ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്മൂത്തിയാണ്. ഉണ്ടാക്കിയിട്ട് അധികം നേരം വെക്കരുത്, കയ്പ്പ് കൂടും. പിന്നെ മധുരം വേണ്ടവർക്ക് ഹണി ചേർക്കാം, അത് ഓപ്ഷണലാണ്. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചിയാ സീഡും കൂടെ സോക്ക് ചെയ്തത് ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ വയറിൻ്റെ ഫങ്ഷന് നല്ലതാണ്. ഫൈബർ ഒത്തിരി ചിയാ സീഡ്സിൽ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നല്ല പച്ച മുരിങ്ങയിലയാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ആ ഒരു പിടിയിൽ കൂടുതൽ ഒരിക്കലും ആകരുത്. ഫ്രഷ് മുരിങ്ങയില ഇല്ലാത്തവർക്ക് 1 ടീസ്പൂൺ മുരിങ്ങയില ഉണങ്ങി പൊടിച്ചത് ചേർക്കാം. പിന്നീട് നമ്മൾ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർ ദൈനംദിനമായിട്ട് നമ്മൾ എത്രമാത്രം കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു അത് കുറയ്ക്കുക. അന്നജമുള്ള ഫുഡ് കുറയ്ക്കുകയും 30 മിനിറ്റ് നടക്കുകയും കൂടെ ചെയ്യണം. ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് ഞാൻ കറക്റ്റായിട്ട് ട്രൈ ചെയ്തെനിക്ക് നല്ല ഫലം കിട്ടിയ ഒരു റെസിപ്പിയാണ്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈനു തോമസ്.